ഏത് കാര്യം വന്നാലും ഹാപ്പി ന്യൂ ഇയർ ഡേ അതിന്റെ തലേ ദിവസം കള്ളു കുടിച്ചു കൂത്താടുമ്പോൾ, വിവാഹവേളകളിൽ പടക്കം പൊട്ടിക്കലും ഗാനമേള നടത്തലും ഒപ്പന കളിക്കലും അരങ്ങ് തകർക്കുമ്പോൾ, കല്യാണ രാത്രികളിൽ മദ്യപാനം നടക്കുമ്പോൾ, അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങൾ, തീവ്രവാദ ഭീകരവാദ പ്രവർത്തനം, വർഗീയത തഴച്ചു വളരുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഉമറാക്കളും ഉലമാക്കളും രണ്ടു കൂടിയത് അസ്വിൻഫാനുമിന്നുമത്തി ഇതാ സ്വലഹ സ്വലഹന്നാസ് കുല്ലുഹും. അവർ ഒരുമിച്ച് നിന്നാൽ മൊത്തം ആളുകൾ നന്നാകും. അല്ലുലമാ വല്ലുമറാ. അതാ നമ്മുടെ മഹല്ല് കമ്മിറ്റി തന്റെ ഇടത്തോടുകൂടെ ആ മഹല്ല് കമ്മിറ്റി അറിയിപ്പ് നടത്തിയിട്ട് പറഞ്ഞു, ഏകദേശം 1.25 കോടി രൂപയോളം ചിലവിൽ ഈ ജമാഅത്തിന്റെ വിശാലമായ ഒരു പള്ളി പണിത് പൂർത്തീകരണത്തിലെത്തിയിരിക്കുകയാണ്. ജമാഅത്ത് അംഗങ്ങളിൽ നിന്നുള്ള സംഭാവനയല്ലാതെ പുറമെ നിന്ന് മറ്റാരുടെയും യാതൊരു സംഭാവനകളും സ്വീകരിക്കരുത് എന്ന് ജമാഅത്ത് പള്ളി നിർമ്മാണ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പള്ളിയുടെ പണികൾ പൂർത്തിയായിരിക്കുന്നത്. അല്ലാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. എന്നാൽ ജമാഅത്തിൽ പള്ളിയും മദ്രസകളും മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളും ഇല്ലെന്ന വ്യാജേന ഒരു പള്ളി നിർമ്മിക്കുന്നതിന് സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റും ഒരു കത്തയച്ചതായി ഈ ജമാഅത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കത്തിന്റെ പൂർണ്ണരൂപവും പരിഭാഷയും താഴെ ചേർക്കുന്നു. ഈ കത്തിന് ഈ ജമാഅത്തുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എല്ലാവരും അറിയിച്ചുകൊള്ളുന്നു. കാഞ്ഞിരപ്പുഴ ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി, കാഞ്ഞിപ്പുഴ പിന്നെ പാലക്കാട് ജില്ലയിലാണ്. കാഞ്ഞിപ്പുഴ ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറിയേറ്റ് ഒതുക്കൊന്നുങ്ങൾ. ഇതിന്റെ മറുവശത്ത് അവർ കൊടുത്ത അറബി കത്തിന്റെ ഫോട്ടോയുമുണ്ട്. ഞാൻ പറയുന്നത്, സ്വാഭാവികമായും മഹല്ലിനെ പോലും ചീത്തയാക്കി ഈ നാട്ടിലെ മുസ്ലിംകളെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ തന്നെ മൊത്തം ചീത്തയാക്കി കാശുണ്ടാക്കുന്നതിന് വേണ്ടി പിരിവ് നടത്താൻ വേണ്ടി വിനിയോഗിച്ചതാണ്. അവരാണ് പ്രചരിപ്പിക്കുന്നത് സുന്നികൾ ഖുറാഫാത്തിന്റെ ആളുകളാണ്, ബറേൽവികൾ. അതിലൊന്നും പെടാത്ത ജമാഅത്താണ് തബ്ലീഗ് ജമാഅത്ത്. പിന്നെ എവിടെ നിന്ന് കിട്ടിയവർക്ക് ഇത് തബ്ലീഗ് ജമാഅത്ത്? കേട്ടോളൂ. ഇന്ന ഹാദിഹിൽ ജമാഅത്ത ഖാമത് അലാ യദി ശൈഖ് മുഹമ്മദ് ഇല്യാസ് അല്ലദി കാന മിൻ ജമാഅത്തിൽ ഇമാം അഹ്മദ് ബിൻ ഇർഫാൻ അശ്ശഹീദ് വശൈഖ് ഇസ്മാഈൽ. ഇവരെ സംബന്ധിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ആരാണ് ഈ ശൈഖന്മാർ എന്നുള്ളതൊക്കെ പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. എന്നിട്ട് അവസാനം പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഈ പറഞ്ഞ ജമാഅത്ത് ഒറിജിനൽ ഇബ്നു അബ്ദുൽ വഹാബ് പ്രചരിപ്പിച്ച അത്തൗഹീദ് എന്ന് പറയുന്ന തത്വം അടിസ്ഥാനമാക്കി തഖ്വീത്തുൽ ഈമാനിലൂടെ രംഗത്ത് വന്ന അതേ തൗഹീദി പ്രസ്ഥാനമാണ്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഇത് പുതിയ പാർട്ടിയാണെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട. ഉണ്ടാക്കിയാൽ ഉണ്ട് എന്നത് തന്നെ അതിന്റെ തെളിവാണ്. അതിപ്പോ ഉസ്താദ് നിങ്ങൾ അറബി അങ്ങനെ വായിച്ചത് കൊണ്ടിപ്പോ ഞങ്ങൾക്കത് ബോധ്യപ്പെടും എന്ന മലയാളം കൂടെ വായിച്ചു തരാം. ഇത് അൽ ബലാഗ് എന്ന് പറയുന്ന പത്രം നമ്മളറിയാം തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളാണ് അത് പ്രചരിപ്പിക്കുന്നതിന്റെ വേറെ ലക്കം കൂടെ ഇൻഷാ അല്ലാഹ് വായിക്കേണ്ടതുണ്ട്. ഇസാഖുൽ കാസിമി, മൂസ മൗലാന തുടങ്ങിയിട്ടുള്ള ഒരുപാട് തബ്ലീഗിന്റെ ഇപ്പോഴും അറിയപ്പെടുന്ന നേതാക്കളാണ് അതിന്റെ പത്രാധിപ സമിതി. കേട്ടോളൂ. മൗലാന മുഹമ്മദ് ഇല്യാസ് സംസാരിക്കുന്നു. മൗലാന മുഹമ്മദ് ഇല്യാസ് കാന്തൽവി ദഹ്ലവി ഹിജ്റ 1363. കിഴക്കും പടിഞ്ഞാറും തരംഗങ്ങൾ ഉയർത്തി മുന്നേറുകയും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക മുതലായ ഭൂഖണ്ഡങ്ങളിൽ പരന്നൊഴുകുകയും ലോകത്തെ മുഴുവൻ ഒരൊറ്റ ചരടിൽ ബന്ധിപ്പിക്കുകയും ചെയ്ത തബ്ലീഗ് പ്രവർത്തനത്തിന്റെ കാരണക്കാരൻ ആ മഹാപുരുഷനാണ്. ഇസ്ലാമിന്റെ കാരണക്കാരൻ ആരാ എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന മറുപടി. അതിന്റെ പ്രബോധന രംഗത്ത് വന്ന അവസാന പ്രവാചകരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിലേക്ക് ചേർത്തുകൊണ്ടാണ് സുന്നി, റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് ചേർത്ത് സുന്നി. അപ്പൊ അത് ഒറിജിനലാണ്. നേരെ മറിച്ച് തബ്ലീഗ് ജമാഅത്തോ ഈ പറഞ്ഞ ഷാഖ് മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന വ്യക്തിയാൽ രൂപീകൃതമായതാണ്. ജമാഅത്ത് ഇസ്ലാമിയോ അബുല്ലാല മൗദൂദിയാൽ രൂപീകൃതമായതാണ്. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനമോ ഇബ്നു അബ്ദുൽ വഹാബിലൂടെ രൂപീകൃതമായതാണ്. സ്വാഭാവികമായും ഇത് പുതിയതാണെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയുടെ ആവശ്യമില്ലല്ലോ. ഇനി എന്നാലും അത് പുതിയതാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമി ഓപ്പണായി സമ്മതിച്ചല്ലോ, ഞങ്ങൾ പുതിയ പാർട്ടിയാണെന്ന്. അതുപോലെ തബ്ലീഗ് ജമാഅത്തുകാർ വല്ലതും അങ്ങനെ പറഞ്ഞതുണ്ടോ ഉസ്താദെ? ഓ ഉണ്ടല്ലോ. പക്ഷെ എല്ലാ തെളിവുകളും ഇവിടെ ഓരോ ഭാഷയും എടുത്ത് വായിക്കുമ്പോഴേക്ക് നേരത്തെ സി കെ ഉസ്താദ് 2 പോയിന്റ് പറയുമ്പോൾ
കഴിയുമ്പോഴേക്ക് സമയം തീർന്നു പോകും. ഇപ്പൊ തൽക്കാലം ഇത് ആടിനെ തോട്ടത്തിലേക്ക് അഴിച്ചു വിട്ട പോലെ ഓരോ തൂമ്പ് കടിക്കാൻ നമ്മളെ സമയം അനുവദിക്കുന്നുള്ളൂ. ബാക്കി ഇനിയും ആവശ്യമാണെങ്കിൽ വിശാലമായ പരിപാടി ഇൻഷാ അല്ലാഹ് സി കെ ഉസ്താദ് പറഞ്ഞ നിങ്ങളെ പഴയ കാലത്തെ ഖത്തീബും കൂടിയാണ്. അല്ലാഹു ദീർഘായുസ്സും കൊടുക്കട്ടെ. ഏതാണ് വേണ്ട ശൈലിയിൽ പാട്ടോ ബെയ്ത്തോ ആയത്തോ ഹദീസോ ഉറുദോ മലയാളം ഒക്കെ വെച്ചിട്ട് വെല്ലുവിളിയോ ഏത് വേഷവും നേരത്തെ പറഞ്ഞല്ലോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതുകൊണ്ട് ഇത് അതിന്റെ ഒരു എന്താ പറയാ ഒരു ആശര വിളിയായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഖുത്ബ പിന്നീട് ആവാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കേട്ടോളൂ, ദീനി ദഅവത്ത് എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര്. ഇത് അബൂ ഹസൻ അലി നദ്വിയാണ്. ഞാൻ ഒരുപാട് പണി എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒഴിവായി കിട്ടി അൽഹംദുലില്ലാഹ്. എന്താ മറ്റേ നദ്വിയെ സമർത്ഥിച്ചിട്ടായിരുന്നു ബാക്കി വിഷയം പറയാറ്. ഇനിയിപ്പോ അത് പറയണ്ട. കാരണം പുസ്തകം ഔദ്യോഗികമായി ഇവരുടെ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയ പുസ്തകമാവുകയും ഔദ്യോഗിക നേതാവ് എഴുതുകയും ഔദ്യോഗിക അവതാരിക വരികയും ചെയ്തതുകൊണ്ട് ഇനി ഞങ്ങളെ നേതാവല്ല എന്ന് പറയില്ല. ലാസ്റ്റ് എല്ലാ സ്ഥലത്തും തബ്ലീഗുകാർ ചോദിക്കുന്ന ചോദ്യതാണ്, ഞങ്ങൾക്ക് ഗ്രന്ഥമുണ്ടോ, തബ്ലീഗിന് ഗ്രന്ഥമുണ്ടോ, തബ്ലീഗ് നേതാക്കളുണ്ടോ? അതുകൊണ്ട് നേതാക്കൾ ആരെന്ന് പറഞ്ഞ ശേഷം ഞാൻ പറയാം. ഇത് ദീനി ദഅവത്ത് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന പാർട്ടി രൂപീകരിച്ച ഷാഖ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി അദ്ദേഹം തന്റെ ഇഷ്ടപ്പെട്ട ശിഷ്യനെ വിളിച്ചുകൊണ്ട് ഒരു രഹസ്യം പറഞ്ഞു. ആ പറഞ്ഞ രഹസ്യം ശിഷ്യൻ പിന്നീട് രേഖപ്പെടുത്തി വെക്കുകയാണ്. കേട്ടോളൂ, സഹീറുൽ ഹസൻ മേരാ മുദ്ദ കോയി പാത്താ നഹി. സഹീറുൽ ഹസൻ എന്നത് ശിഷ്യന്റെ പേരാണ്. അയാൾ പേര് വിളിച്ചിട്ട് പറഞ്ഞു, സഹീറുൽ ഹസൻ എന്റെ വാദഗതി എന്താണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ലോക സമചിത്തെ ഹേ, ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു കെ എന്തൊന്ന് ഏ തഹരീക്കെ സുലാത്ത് ഹേ, ഇതൊരു നിസ്കരിപ്പിക്കുന്ന ടീമാകുന്നു എന്നാ. അല്ലെ, നമ്മുടെ കാഞ്ഞിപ്പുഴയിലും അതുപോലെ തന്നെ കായംകുളത്തും മണപ്പള്ളിയിലും നമ്മുടെ പരിസരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും സാധാരണക്കാരായ ആളുകൾ ധരിച്ചു വെച്ചത് ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടിയാണെന്ന്. അതുകൊണ്ടാണ് വഹാബിമ അവർക്ക് മറുപടി പറഞ്ഞോളൂ, ജമാഅത്ത് ഇസ്ലാമി അവരെ നിർത്തോളൂ, തബ്ലീഗുകാർ പാവങ്ങളാണ്, അവന്മാരെ മേക്കിട്ട് കയറണ്ട. അല്ലെ, അല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഞാൻ ആദ്യം ആ മതകാരനായിരുന്നല്ലോ. അതുകൊണ്ട് നിഷ്കളങ്ക മനസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരാശയം അല്ലെങ്കിൽ എന്താ പറയാ ഒരു അയ്യോ പാവം, പാവങ്ങൾ കഷ്ടപ്പെട്ട് താടിയും വെച്ച് ജുബ്ബയും ഇട്ട് തലക്കെട്ടും കെട്ടി വീട് പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഗവൺമെന്റ് ജോലി പോലും ഒഴിവാക്കി കച്ചവടം നിർത്തിവെച്ച് ജനങ്ങൾ നന്നാക്കാൻ വേണ്ടി 40 ദിവസം ചുറ്റിക്കറങ്ങുമ്പോ ഭാഷ പോലും അറിയാത്തവരല്ലേ ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത്. അത്രയും കൂടെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ തബ്ലീഗ് നടത്തുന്നത്. ആ ആളുകളെ എന്തിന് നമ്മൾ വിമർശിക്കണം, എന്തിന് കഷ്ടപ്പെടുത്തണം? അവർ നല്ലവരല്ലേ? അവരെ പ്രധാന അജണ്ട നിസ്കരിപ്പിക്കലാകുന്നു. സ്വാഭാവികമായും അങ്ങനെ ധരിച്ചു വെച്ചു. കാരണം എന്താ, അവര് സ്വാഭാവികമായിട്ട് എപ്പോഴും കാണുന്ന ബാഹ്യപ്രവർത്തനം നിസ്കരിപ്പിക്കലാണ്. പക്ഷെ ഉണ്ടാക്കിയ നേതാവ് തുറന്നു പറയുന്നു, എന്റെ ലക്ഷ്യം നിസ്കരിപ്പിക്കലേ അല്ല. തുറന്നു പറയുക, കേട്ടോളൂ, തഹരീക്കെ സ്വലാത്ത് ഹേ മേ കസം സേ കഹ്താ ഹൂ, ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്തൊന്ന് ഏ ഹർഗിസ് തഹരീക്കെ സ്വലാത്ത് നഹി, അതാ സ്ക്രീനിൽ ഏ ഹർഗിസ് തഹരീക്കെ സ്വലാത്ത് നഹി, അതൊരിക്കൽ നിസ്കരിപ്പിക്കുന്ന പാർട്ടിയെ അല്ല. ഏക് റോസ്, ഒരു ദിവസം ബഡി ഹസത്ത് സെ ഫർമായ, അതീവ ദുഃഖത്തോടുകൂടി അരുൾ ചെയ്തു. എന്തെന്നാ പറഞ്ഞത്? യാ സഹീർ ഹസൻ, എന്റെ പ്രിയപ്പെട്ട ലഹീർ ഹസ, ഏക് നൈ ഖൗം പൈദാ കർനി ഹേ, ഒരു പുതിയ വിഭാഗം ജനിക്കേണ്ടിയിരിക്കുന്നു. ഇതല്ലേ മുജാഹിദ് പറഞ്ഞത്? ഇതല്ലേ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത്? അതല്ലേ ചേകനൂരും പറഞ്ഞത്? അത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് നേതാവും പറഞ്ഞു, ഒരു പുത്തൻ വിഭാഗം ജനിക്കേണ്ടിയിരിക്കുന്നു. മൗദൂദി സാഹിബ് മറ്റു ശൈലി പറഞ്ഞു, എന്റെ ആജ് സറേ നവോ ഈമാ ലാത്താ ഓർ ജമാഅത്ത് ഇസ്ലാമി ശരീക് ഹോത്താ ഹൂം, ഇന്ന് അക്ഷരാർത്ഥത്തിൽ പൊതുവിശ്വാസം